ഹിന്ദി സംസാര ഭാഷയിൽ ഹേ, ഹോ, ഹൂ, ഇത് മൂന്നിൻ്റെയും പ്രയോഗം എപ്പോഴും കൺഫ്യൂഷനാണ് നമ്മുടെ ആളുകൾക്ക്. ഞാൻ പലവട്ടവും അത് പറഞ്ഞതാണ്, തുടക്കക്കാർക്ക് വേണ്ടി വീണ്ടും പറയുന്നു. നമ്മൾ ഹിന്ദി ഭാഷയുടെ കുറേ നിയമങ്ങൾ, ചെറിയ നിയമങ്ങൾ, ഏതൊരു ഡ്രൈവറും എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട, വണ്ടി ഓടിക്കാൻ മാത്രം പോരാ, ചെറിയ കാര്യങ്ങൾ അറിയേണ്ട ഇതുപോലത്തെ നിയമങ്ങൾ ഞാൻ പലപ്പോഴായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഹേ, അതിന് നമുക്ക് ചെറിയൊരു ടിപ്പ് അതിനുണ്ട്. ആപ് ഹേ, തും ഹോ, മേ ഹൂ, ഇതാണ് ആ സാധനം. ആപ്പ് എന്ന സ്ഥാനത്ത് വിളിക്കുമ്പോഴൊക്കെയും ഹേ പറയണം. ഇനി അപ്പോൾ ഹേ എന്ന് പറയണം. ഇനി ഒരു വിഷയം മാത്രം കേട്ടോ, മറ്റുള്ളതും അതിലുണ്ട്. ആപ്പ് പറയുമ്പോൾ അങ്ങനെ പറയാവൂ. തും പറയുമ്പോൾ ഹോ പറയണം. ഓക്കെ, തും കൈസേ ഹോ, തും കൈസേ ഹോ, തും ജാ രഹേ ഹോ, തും കഹാ ഹോ എന്നിങ്ങനെ തും എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ എങ്ങോട്ടാ, താങ്കൾ എവിടെയാണ്, തും എന്ന നീ, നിങ്ങൾ എന്നൊരർത്ഥത്തിലാണ്. അതിന് നമ്മൾ താങ്കൾ എന്നൊന്നും അർത്ഥം പറയണ്ട, തും നിങ്ങളെന്ന അർത്ഥത്തിലുള്ള തും. തും കൈസേ ഹോ, തും ടീക്കോ എന്നൊക്കെ പറയും തും. ഇനി ആപ്പ് പറയുമ്പോൾ ഒക്കെ ഹേ എന്നാണ്. നമ്മൾ സാധാരണഗതിയിൽ ആപ്പ് പറയാതെ ആപ്പിൻ്റെ സ്ഥാനത്ത് ഒരു കൈസേ, ആപ് കൈസേ ഹേ എന്ന അർത്ഥത്തിനാണ്. ആപ് കൈസേ, ആപ് കാ ജാ രേ, ആപ് ക്യാ കർ രഹേ ഹേ, ആപ്. ആപ് എന്ന് പറയുമ്പോൾ താങ്കൾ എന്നാണ്. ഓക്കെ, മൂന്നാമത്തെ ഒന്ന് മേ എന്നതാണ്. ഒരിക്കലും നമ്മൾ ആൾക്കാർ പറയുന്നത് പോലെ മേം എന്ന് പറയരുത്, ചുണ്ട് പൂട്ടാനേ പാടില്ല. മേ 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 ठीक हूँ, मैं आ रहा हूँ, मैं जा रहा हूँ, मैं सईद हूँ, मैं एक ടീച്ചർ हूँ, ഈ രീതിയിൽ പറയണം. मैं एक हिंदी टीचर हूँ, ഞാനൊരു ഹിന്ദി ടീച്ചറാണ്. मैं एक हिंदी टीचर है എന്ന് പറയരുത്. അപ്പോൾ മേ എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം ആലോചിക്കണം. മേം എന്ന് സംസാര ഭാഷയിൽ ഉപയോഗിക്കാറില്ല. അവിടെ മേ എന്നാണ്, ആട് കരയുന്നത് പോലെ. അപ്പം മേ എന്നാണ് പറയുന്നതെങ്കിൽ ആണ്, ആകുന്നു എന്ന അർത്ഥത്തിനുള്ള ഈസ്, ആം, ആർ, ആ സ്ഥാനത്താണ് ഹേ വരുന്നത്. അപ്പം മേ ഏക്ക് ടീച്ചർ ഹൂ എന്ന് പറയണം. ആപ് ഏക്ക് ടീച്ചർ ഹേ, തും ഏക്ക് ടീച്ചർ ഹോ എന്ന് ചോദിക്കാം. അപ്പൊ തും പറയുമ്പോൾ അവിടെ ഹേ, അവിടെ ഹോ എന്നാണ് ചോദ്യത്തിൽ ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് ഹിന്ദി പഠിക്കണോ, ഹിന്ദി യൂണി ഫോളോ ചെയ്യുക. ധന്യവാദ്, ശുക്രിയ.